അടുത്ത ആഴ്ച സാമ്പത്തിക മേഖലയിൽ എന്ത് സംഭവിക്കും? ലോക സമ്പദ് വ്യവസ്ഥയുടെ തലവര മാറി തുടങ്ങുകയാണോ? ആഗോള സാമ്പത്തിക ശക്തികളായി ഉയരുന്ന ചൈനയും ഇന്ത്യയും സമ്പദ് വ്യവസ്ഥയിൽ ചെലുത്തുന്ന സ്വാധീനമെന്ത്? സ്വർണ്ണവിലയിൽ പ്രതീക്ഷ വയ്ക്കാനാകുമോ? മാർക്കറ്റിൽ ഉൽപ്പന്ന വിലയുടെ കയറ്റിറക്കങ്ങൾ എങ്ങനെ? വിപണിയിൽ എത്തുന്ന പുതിയ ഉൽപ്പന്നങ്ങൾ ഏതൊക്കെ? കാണാം ബിസ് നെക്സ്റ്റ്. ലോക സമ്പദ് വ്യവസ്ഥയിലെ ഒന്നാമനും മൂന്നാമനും ഇനി കാര്യങ്ങൾ തീരുമാനിക്കും. ചൈനയും ഇന്ത്യയും ലോക സാമ്പത്തിക ശക്തിയിൽ പകരക്കാരില്ലാതെ മുന്നേറുകയാണ്. ഭാവിയിലെ ആഗോള സമ്പദ് വ്യവസ്ഥയെ രൂപപ്പെടുത്തുന്നത് ഇന്ത്യയും ചൈനയും ആയിരിക്കുമെന്ന് വിദഗ്ധർ. സാമ്പത്തിക ശക്തിയും തന്ത്രപരമായ സംരംഭങ്ങളും ഉപയോഗിച്ച് ഈ രണ്ട് ഏഷ്യൻ ഭീമന്മാരും ആഗോള സാമ്പത്തിക ചലനാത്മകതയെ പുനർനിർവചിക്കും. പർച്ചേസിംഗ് പവർ പാരിറ്റി അഥവാ വാങ്ങൽ ശേഷി തുല്യതയുടെ കാര്യത്തിലാണ് ഇന്ത്യയും ചൈനയും ആഗോള സമ്പദ് വ്യവസ്ഥയെ രൂപപ്പെടുത്താൻ പോകുന്നത്. ആഗോള സാമ്പത്തിക വളർച്ചയുടെ ഒരു പ്രധാന പങ്ക് ഇന്ത്യയും ചൈനയും കൂട്ടായി സംഭാവന ചെയ്യുന്നു. വരും വർഷങ്ങളിൽ ലോകത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെ 50% ഇവർ ഒരുമിച്ച് വഹിക്കുമെന്ന് പ്രവചിക്കപ്പെടുന്നു. ഇന്ത്യയുടെ കുതിച്ചുയരുന്ന ഡിജിറ്റൽ വിപ്ലവവും വികസിച്ചുകൊണ്ടിരിക്കുന്ന മധ്യവർഗവും അതോടൊപ്പം ചൈനയുടെ ശക്തമായ ഉൽപാദനശേഷിയും സാങ്കേതിക മുന്നേറ്റവും ചേർന്ന് അഭൂതപൂർവമായ സാമ്പത്തിക കുതിപ്പിന് കാരണമാകുന്നു. ലോകത്തിന്റെ ഫാക്ടറി എന്ന് വിളിക്കപ്പെടുന്ന ചൈന ഉൽപാദനത്തിലും കയറ്റുമതിയിലും മുൻപന്തിയിൽ തന്നെ തുടരുന്നു. അതേസമയം IT, സോഫ്റ്റ്വെയർ വ്യവസായങ്ങൾ ആഗോളതലത്തിൽ അംഗീകാരം നേടിയതോടെ സാങ്കേതിക വിദ്യയുടെയും സേവനങ്ങളുടെയും കേന്ദ്രമായി ഇന്ത്യ അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. ചൈനയുടെ ഉൽപാദന വൈദഗ്ധ്യവും ഇന്ത്യയുടെ സാങ്കേതിക പുരോഗതിയും ആഗോള വിതരണ ശൃംഖലകളെയും വ്യാപാര രീതികളെയും പുനർനിർമ്മിക്കുന്നു. ഹരിത സമ്പദ് വ്യവസ്ഥയിലേക്കുള്ള പരിവർത്തനത്തിൽ ഇരു രാജ്യങ്ങളും നിർണായകമാണ്. പുനരുപയോഗ ഊർജം, സുസ്ഥിര സമ്പ്രദായങ്ങൾ, പരിസ്ഥിതി സംരക്ഷണം എന്നിവയിൽ ചൈനയും ഇന്ത്യയും വൻതോതിൽ നിക്ഷേപം നടത്തുന്നു. സ്വർണ്ണവിലയിൽ ഇടിവാണ് സമീപകാല ട്രെൻഡ്. 2 ആഴ്ചക്കിടെ മാത്രം കേരളത്തിൽ 4000 രൂപയിലധികമാണ് വിലയിടിഞ്ഞത്. സ്വർണ്ണവിലയിൽ ശനിയാഴ്ച ചെറിയ കയറ്റമാണെങ്കിലും കല്യാണ പാർട്ടികൾക്ക് ഗോൾഡൻ ചാൻസ് ആണ്. പവൻ വില വൈകാതെ 50,000 രൂപയിലേക്ക് എത്തുമെന്നാണ് വിലയിരുത്തൽ. വിവാഹാവശ്യക്കാർ മുൻകൂർ ബുക്കിംഗ് പ്രയോജനപ്പെടുത്തുന്ന തിരക്കിലാണ്. വിലയിലെ ഏറ്റക്കുറച്ചിലുകൾ ബാധിക്കാതിരിക്കാൻ എക്സ്ചേഞ്ച് സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണ് പലരും. ട്രംപിന്റെ തിരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ രാജ്യാന്തര തലത്തിലും സ്വർണ്ണവിലയിൽ ഇടിവാണ്. സ്വർണം ട്രോയ് ഔൺസിന് $2,570 നിരക്ക്. നിലവിൽ US സമ്പദ് വ്യവസ്ഥ ഭദ്രമായ നിലയിലാണുള്ളതെന്നും ധൃതി പിടിച്ച് അടിസ്ഥാന പലിശ നിരക്ക് വെട്ടിക്കുറയ്ക്കേണ്ട സാഹചര്യമില്ലെന്നുമാണ് US ഫെഡ് റിസർവിന്റെ ചെയർമാൻ ജെറോം പവൽ വ്യക്തമാക്കിയിരിക്കുന്നത്. കാർഷിക വിപണിയിൽ അടുത്ത വാരം. വൃശ്ചികം പിറന്നതോടെ തണുത്ത കാലാവസ്ഥ റബ്ബർ ഉൽപാദനം ഉയർത്തുമെന്ന വിശ്വാസത്തിൽ തോട്ടം മേഖല. ആഭ്യന്തര വാങ്ങലുകാരിൽ നിന്നുള്ള ഡിമാൻഡ് മങ്ങിയത് കുരുമുളകിനെ തളർത്തി. കയറ്റുമതിക്കാരുടെ സാന്നിധ്യം ഏലക്കയെ ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന നിലവാരത്തിലേക്ക് നയിച്ചു. തേങ്ങയ്ക്ക് ആവശ്യവും വിലയും വർദ്ധിച്ചു. ഫെബ്രുവരി വരെയുള്ള കാലയളവിൽ സംസ്ഥാനത്ത് റബ്ബർ ഉൽപാദനം ഉയർത്താനുള്ള ശ്രമത്തിലാണ് തോട്ടം മേഖല. ജൂൺ മുതൽ റബ്ബർ വെട്ടിന് ഉൽപാദകർ ശ്രമം തുടങ്ങിയെങ്കിലും ഇടവിട്ട മഴ കർഷകരുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചു. താഴ്ന്ന വിലയ്ക്ക് ഷീറ്റ് വിൽപ്പനയ്ക്ക് ഇറക്കാൻ വലിയ പങ്ക് കർഷകരും പിന്നിട്ട വാരം താൽപര്യം കാണിച്ചില്ല. RSS 4ാം ഗ്രേഡ് 18,200 രൂപയിലും 5ാം ഗ്രേഡ് 17,900 രൂപയിലും വിപണനം നടന്നു. അടുത്ത വാരം വരവ് ചുരുങ്ങിയാൽ വില ഉയർത്തി സ്റ്റോക്കിസ്റ്റുകളെ വിപണിയിലേക്ക് അടുപ്പിക്കാൻ ടയർ ലോബി നീക്കം നടത്താം. രാത്രി താപനില കുറയുന്നതിനാൽ മരങ്ങളിൽ നിന്നുള്ള ഈൽഡ് ഉയരും. അതിനൊപ്പം വിപണി വില കൂടി ഉയർന്നാൽ ടാപ്പിങ്ങിനുള്ള ആവശ്യം കർഷകരിൽ ഇരട്ടിക്കും. താൽക്കാലികമായി 19,000 റബ്ബറിനെ കയറ്റിവിടാൻ വ്യവസായികൾ തയ്യാറാവുമെന്ന് പ്രതീക്ഷിക്കാം. ജപ്പാനിൽ റബ്ബർ വില 343 യെന്നിൽ വാരത്തിന്റെ ആദ്യ പകുതിയിൽ സ്ഥിരതയ്ക്ക് നടത്തിയ ശ്രമം വിജയിച്ചതോടെ നിരക്ക് 352 കയറിയെങ്കിലും 370 യെന്നിലേക്ക് അടുക്കാനുള്ള നീക്കം എത്രമാത്രം വിജയിക്കുമെന്നത് അടുത്ത വാരം വിനിമയ വിപണിയിൽ ഡോളറിന്റെ പ്രകടനങ്ങളെ ആശ്രയിച്ചാവും.
സിംഗപ്പൂർ, ചൈനീസ് മാർക്കറ്റുകൾ പുതിയ ദിശ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. ബാങ്കോക്ക് വിപണിയിൽ വ്യാവസായിക ഡിമാൻഡ് മങ്ങിയതിനാൽ ഷീറ്റ് വില കിലോ 200 രൂപയുടെ താങ്ങ് നഷ്ടപ്പെട്ട് വാരാന്ത്യം 187ലേക്ക് ഇടിഞ്ഞത് ഇതര ഉൽപാദന രാജ്യങ്ങളിലും ആശങ്ക പരത്തി. രാജ്യത്ത് വിളയുന്ന കുരുമുളകിന്റെ വ്യക്തമായ കണക്കില്ലാത്ത ഏജൻസികൾ ഊതിവീർപ്പിച്ച കണക്കുകളുമായി അന്താരാഷ്ട്ര കുരുമുളക് സമൂഹത്തെ സമീപിക്കാൻ ഒരുങ്ങുന്നു. കേരളം, കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന കുരുമുളകിന്റെ കാര്യത്തിൽ വ്യക്തതയില്ലാത്തത് വിലകയറ്റത്തിന് തുരങ്കം വെക്കുകയെന്ന ലക്ഷ്യം മാത്രം. ഉയർന്ന പകൽ താപനില മൂലം ദക്ഷിണേന്ത്യയിൽ വിളവ് ചുരുങ്ങുമെന്നാണ് കർഷകരുടെ വിലയിരുത്തൽ. അന്താരാഷ്ട്ര മാർക്കറ്റിൽ മലബാർ കുരുമുളക് വില ടണ്ണിന് $7,900. കൊച്ചിയിൽ ഗാർബിൾഡ് കുരുമുളക് കിലോ 660 രൂപയിൽ നിന്നും 657ലേക്ക് താഴ്ന്നു. ആഭ്യന്തര വിദേശ ഡിമാൻഡിൽ ഏലക്ക ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ. ഉത്തരേന്ത്യയിൽ വിവാഹ സീസണിലും ക്രിസ്മസ് മുന്നിൽ കണ്ടുള്ള ചരക്ക് സംഭരണവും ഒത്തുചേർന്നത് വിലകയറ്റത്തിന് വേഗത സമ്മാനിച്ചു. ആഭ്യന്തര വാങ്ങലുകാർ ഒപ്പം കയറ്റുമതി സമൂഹവും ഏലക്ക ലേലം കേന്ദ്രങ്ങളിൽ തമ്പടിച്ചത് വാങ്ങൽ വർദ്ധിപ്പിച്ചു. ഗൾഫ് ഓർഡറുകൾ മുന്നിൽ കണ്ട് കയറ്റുമതിക്കാർ ചരക്ക് സംഭരണത്തിന് പല അവസരത്തിലും ഉത്സാഹിക്കുന്നുണ്ട്. വലിപ്പം കൂടിയ ഇനങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധ ചെലുത്തിയത്. മികച്ച ഇനങ്ങളുടെ വില കിലോ 3100ലേക്ക് ഉയർന്നപ്പോൾ ശരാശരി ഇനങ്ങൾ 2800 മുകളിൽ ഇടം പിടിച്ചു. മണ്ഡലകാലത്തിന് തുടക്കം കുറിച്ചതോടെ വിപണിയിൽ നാളികേരത്തിന് പ്രിയമേറി. കാർഷിക മേഖലകളിൽ പച്ചത്തേങ്ങയ്ക്ക് ഡിമാൻഡ് വർദ്ധിച്ചതിനാൽ ചരക്ക് കണ്ടെത്താൻ മില്ലുകാർ പരക്കം പായുകയാണ്. 13,200 വിൽപ്പനയ്ക്ക് തുടക്കം കുറിച്ച കൊപ്ര 14,100ലേക്ക് ഉയർന്നു. ഇതിന്റെ ചൂട് പിടിച്ച് വെളിച്ചെണ്ണ വില ക്വിന്റലിന് 900 രൂപ വർദ്ധിച്ച് 20,900 രൂപയായി. ചെറുകിട വിപണിയിൽ പച്ചതേങ്ങ കിലോ 73 രൂപയിലാണ് വ്യാപാരം നടക്കുന്നത്. അയ്യപ്പ ഭക്തരിൽ നിന്നുള്ള ആവശ്യം ശക്തമാകുന്നതോടെ തേങ്ങ വില വീണ്ടും ഉയരാം. ഇനി ലോഞ്ച് പാഡ്. പുതിയ ആഴ്ചയിൽ വിപണിയിലെത്തുന്ന പുത്തൻ താരങ്ങൾ. ന്യൂ ഇയർ സമ്മാനവുമായി സ്മാർട്ട് ഫോൺ വിപണി. ആരാധകർക്കായി പുതിയ മോഡലുകളുമായി എത്തുകയാണ് OnePlusഉം വിവോയും. ചൈനീസ് സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കളായ OnePlus ഹോം മാർക്കറ്റിൽ OnePlus Ace 5 സ്മാർട്ട് ഫോൺ അവതരിപ്പിക്കുന്നു. ഇന്ത്യയിൽ ഇത് OnePlus 13R എന്ന പേരിലാകും എത്തുക. ഡിസംബറിൽ ചൈനീസ് വിപണിയിലെത്തുന്ന ഫോൺ ജനുവരിയിലായിരിക്കും ഇന്ത്യയിൽ അവതരിപ്പിക്കുക. OnePlus Ace 5ന് 1.5K റെസൊല്യൂഷനോട് കൂടിയ 6.78 ഇഞ്ച് ഫ്ലാറ്റ് OLED ഡിസ്പ്ലേ ഉണ്ടായിരിക്കും. 65,000 mAh ബാറ്ററിയും 50 MP പ്രൈമറി ക്യാമറ സെൻസറും ഇതിന്റെ പ്രത്യേകതയാണ്. ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിന്റ് സ്കാനറും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിവോ Y300 5G ഈ മാസം 21-ന് ഇന്ത്യയിലെത്തും. പ്രീമിയം ഡിസൈനും നൂതന ക്യാമറ ഫീച്ചറുകളും പ്രത്യേകതയാണ്. ഡ്യുവൽ റിയർ ക്യാമറയുണ്ടായിരിക്കും. 3 നിറങ്ങളിൽ ലഭ്യമാകും. 6.67 ഇഞ്ച് ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ ഉണ്ടായിരിക്കും. വിവോ Y300-ൽ 50 MP പ്രധാന ക്യാമറയും 8 MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സെൽഫികൾക്കായി 32 MP മുൻ ക്യാമറയാണ് ഈ സ്മാർട്ട് ഫോണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ലോഞ്ചിന് മുന്നോടിയായി Audi Q7 ബുക്കിംഗ് ആരംഭിച്ചു. ഈ മാസം 28-നാണ് ലോഞ്ച്. 88.6 ലക്ഷം മുതൽ 97.8 ലക്ഷം വരെയാണ് വില. ജർമ്മൻ ആഡംബരക്കാരായ ഔഡി പുതിയ മോഡലായ Audi Q7 നിർമ്മാണം കമ്പനിയുടെ ഔറംഗാബാദ് പ്ലാന്റിൽ വെച്ച് നടത്തുന്നതായാണ് സൂചന. Audi Q7 ബാഹ്യ രൂപകൽപ്പനയിലേക്ക് നിരവധി നവീകരണങ്ങൾ നടത്തിയതായും റിപ്പോർട്ടുണ്ട്. അതേസമയം ക്യാബിനിൽ ചെറിയ മാറ്റങ്ങൾ മാത്രമാണെന്നാണ് സൂചന. Audi Q7 3.0 ലിറ്റർ V6 ടർബോ ചാർജഡ് പെട്രോൾ എഞ്ചിൻ കരുത്തു പകരും. പുതിയ Audi Q7-ലൂടെ മെച്ചപ്പെടുത്തിയ ഫീച്ചറുകൾ, പുതുക്കിയ എക്സ്റ്റീരിയർ ഡിസൈൻ, ആകർഷണീയമായ ലൈറ്റുകൾ എന്നിവ ഉപയോഗിച്ച് സമ്പന്നമായ അനുഭവം നൽകാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. SUV-യിൽ വരുത്തിയ അപ്ഡേറ്റുകൾ കണക്കിലെടുത്ത് ഔട്ട്ഗോയിങ് മോഡലിനെ അപേക്ഷിച്ച് ഫേസ് ലിഫ്റ്റഡ് Audi Q7 പ്രീമിയം അനുഭവം നൽകുമെന്നാണ് പ്രതീക്ഷ. വിനോദവാരം.
തെലുങ്കിന് പുറമെ ബോളിവുഡിലും തമിഴിലുമായി തെന്നിന്ത്യൻ സൂപ്പർ നായിക രശ്മിക മന്ദാനയുടെ പുത്തൻ സിനിമകൾ. ആക്ഷനും പ്രണയവും മുതൽ ചരിത്രവും ഹൊററും വരെ വൈവിധ്യമാർന്ന വേഷപ്പകർച്ചകളുമായി എത്തുന്ന സിനിമാ വിശേഷങ്ങളിലേക്ക്. ആക്ഷൻ റൊമാൻസ് ചിത്രങ്ങൾ മുതൽ ഹൊറർ വരെയുള്ള 6 വ്യത്യസ്ത ചിത്രങ്ങളുമായാണ് രശ്മികയുടെ തിരിച്ചുവരവ്. 2023 പുറത്തിറങ്ങിയ അനിമലിന് ശേഷം അടുത്ത മാസം 5 പുറത്തിറങ്ങുന്ന പുഷ്പ 2 അല്ലു അർജുനോടൊപ്പം ശ്രീവല്ലിയായാണ് രശ്മികയുടെ മടങ്ങിവരവ്. സുകുമാർ സംവിധാനം ചെയ്യുന്ന ഈ തുടർഭാഗം തീവ്രമായ ഒരു കഥാഗതിയിലേക്കാണ് പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോവുക. ഹിസ്റ്റോറിക്കൽ ഡ്രാമ ഗണത്തിൽപ്പെടുത്താവുന്ന ബോളിവുഡ് ചിത്രം ഛാവയിൽ മറാത്ത നായകൻ ശംഭാജിയുടെ ജോഡിയായാണ് രശ്മിക എത്തുക. വിക്കി കൗശലിനൊപ്പം പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്ന രശ്മിക ഒരു കാലഘട്ടത്തിലെ ബഹുമുഖ പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. ആദ്യം ഡിസംബർ 6 റിലീസ് തീയതി പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും പുഷ്പ 2 റിലീസ് കാരണം തീയതി നീട്ടിവെക്കുകയായിരുന്നു. AR മുരുകദോസ് സംവിധാനം ചെയ്ത സിക്കന്ദറിലൂടെയാണ് രശ്മിക മന്ദാനയുടെ ബോളിവുഡ് അരങ്ങേറ്റം. ചിത്രത്തിൽ സൽമാൻ ഖാനോടൊപ്പം പ്രധാന കഥാപാത്രത്തെ രശ്മിക വെള്ളിത്തിരയിലെത്തിക്കുന്നു. ഈ ആക്ഷൻ ത്രില്ലർ 2025 ഈദ് റിലീസായി തിയേറ്ററുകളിലെത്തും. പ്രണയത്തിന്റെയും വഞ്ചനയുടെയും വൈകാരിക മുഹൂർത്തങ്ങളിലൂടെ കടന്നുപോകുന്ന ദ ഗേൾഫ്രണ്ടിൽ ഹൃദയസ്പർശിയായ ഒരു കഥാപാത്രത്തെയാണ് രശ്മിക കൈകാര്യം ചെയ്തിരിക്കുന്നത്. രാഹുൽ രവീന്ദ്രൻ സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ റിലീസ് തീയതി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ശേഖർ കമുലയുടെ സംവിധാനത്തിലൊരുങ്ങുന്ന തമിഴ് തെലുങ്ക് ദ്വിഭാഷ ആക്ഷൻ ഡ്രാമയായ കുബേരയാണ് രശ്മികയുടെ അടുത്ത ചിത്രം. നാഗാർജുനയ്ക്കും ധനുഷിനുമൊപ്പം രശ്മിക പ്രധാന വേഷത്തിലെത്തുന്നുവെന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട്. സ്ത്രീ 2 ടീമിന്റെ പുറത്തിറങ്ങാനിരിക്കുന്ന ഹൊറർ സസ്പെൻസ് ചിത്രമായ താമയിൽ രശ്മിക സുപ്രധാന വേഷത്തിലെത്തുന്നു. ഏറെ നിഗൂഢതകൾ നിറഞ്ഞ ഈ കഥാപാത്രം രശ്മികയ്ക്ക് മറ്റൊരു വഴിത്തിരിവാകുമെന്നാണ് സൂചന. ഇനി പ്രധാന ഇവന്റുകൾ. കെ ഫുഡ് എക്സ്പോ ജനുവരി 31 മുതൽ ഫെബ്രുവരി 2 വരെ അങ്കമാലി അറ്റ്ലക്സ് ഇന്റർനാഷണൽ എക്സിബിഷൻ സെന്ററിൽ. അഭിഷേക് ഉപമന്യു നയിക്കുന്ന സ്റ്റാൻഡപ്പ് കോമഡി ഷോ ജനുവരി 31 കൊച്ചിയിൽ. ഇതോടെ ബിസ് നെക്സ്റ്റ് അവസാനിക്കുന്നു. അടുത്ത ആഴ്ച കാണാം. ബൈ.